വൈ ഹാവിൻ എനിവൺ ടോൾഡ് മീ ദാറ്റ്? എന്തുകൊണ്ടാണ് ആരും എന്നോട് അത് പറയാത്തത്? വൈ ഹാവിൻ എനിവൺ ടോൾഡ് മീ ദാറ്റ്? ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയോ തെറ്റോ? വൈ ഹാവിൻ എനിവൺ ടോൾഡ് മീ ദാറ്റ്? ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്. കാരണം എനി വൺ എന്നുള്ള വേർഡ് ഒരു സിംഗിൾ പേഴ്സണെ സൂചിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ എനി വൺ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എനി വൺ മാത്രമല്ല, എനിബഡി, സംബഡി, സമ്മൺ എന്നീ വേർഡുകളും സിംഗിൾ പേഴ്സണെ സൂചിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യരുത്. അതിന് പകരം ഹാസ് വേണം യൂസ് ചെയ്യുവാനായിട്ട്. അതായത് സിംഗുലാർ സ്ട്രക്ചർ വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുവാനായിട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ വേണം ചോദിക്കാൻ: വൈ ഹാസിൻ എനിവൺ ടോൾഡ് മീ ദാറ്റ്? എന്തുകൊണ്ടാണ് അത് ആരും എന്നോട് പറയാത്തത്? വൈ ഹാസിൻ എനിവൺ ടോൾഡ് മീ ദാറ്റ്? പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് എനിവൺ, എനിബഡി, സംബഡി, സമ്മൺ എന്നീ വേർഡുകൾ സിംഗിൾ പേഴ്സണെയാണ് സൂചിപ്പിക്കുന്നത്. മീൻസ് ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സിംഗുലാർ സ്ട്രക്ചർ മാത്രമേ എനിവൺ, എനിബഡി, സംബഡി, സമ്മൺ എന്നീ വേർഡുകളുടെ കൂടെ യൂസ് ചെയ്യാവൂ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഹാസ് എനിവൺ ടോൾഡ് യു ദാറ്റ്? ആരെങ്കിലും നിന്നോടത് പറഞ്ഞിട്ടുണ്ടോ? ഹാസ് എനിവൺ ടോൾഡ് യു ദാറ്റ്? ഹാസ് എനിവൺ ടോൾഡ് യു ദിസ്? ആരെങ്കിലും നിന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഹാസ് എനിവൺ ടോൾഡ് യു ദിസ്? നോ, നോ വൺ ഹാസ് ടോൾഡ് മീ ദാറ്റ്. ഇല്ല, എന്നോട് അതാരും പറഞ്ഞിട്ടില്ല. ഇവിടെയും ശ്രദ്ധിക്കുക, നോ വൺ എന്നുള്ളതും ഒരു വ്യക്തിയെ സൂചിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മീൻസ് സിംഗിൾ പേഴ്സണെ സൂചിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ നോ വണ്ണും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നോ വൺ യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ സിംഗുലാർ സ്ട്രക്ചർ വേണം യൂസ് ചെയ്യാൻ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നോ, നോ വൺ ഹാസ് ടോൾഡ് മീ ദാറ്റ്. ഇല്ല, ആരും എന്നോടത് പറഞ്ഞില്ല. നോ വണ്ണ് മാത്രമല്ല, നോബഡിയും സിംഗിൾ പേഴ്സണെയാണ് യൂസ് ചെയ്യുന്നത്. മീൻസ് സിംഗിൾ പേഴ്സണെയാണ് സൂചിപ്പിക്കുന്നത്. നോബഡിയുടെ കൂടെയും നമ്മൾ സിംഗുലാർ സ്ട്രക്ചർ വേണം യൂസ് ചെയ്യുവാനായിട്ട്. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു ആൻസർ നമുക്ക് ഇങ്ങനെയും പറയാം: നോ, നോബഡി ഹാസ് ടോൾഡ് മീ ദാറ്റ്. ഇല്ല, എന്നോടത് ആരും പറഞ്ഞിട്ടില്ല. പിടികിട്ടിയത് വിചാരിക്കുന്നു. അതായത് നോ വൺ വരുമ്പോഴും നോബഡി വരുമ്പോഴും നിങ്ങൾ സിംഗുലാർ സ്ട്രക്ചർ വേണം യൂസ് ചെയ്യുവാനായിട്ട്. പിടികിട്ടിയത് വിചാരിക്കുന്നു. ഇനി എവരിബഡി ആൻഡ് എവരിവൺ, ഈ രണ്ട് വേർഡുകളും ഒന്നിൽ കൂടുതൽ വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. എവരിബഡി ആൻഡ് എവരിവൺ. പക്ഷേ ഈ രണ്ട് വേർഡുകളുടെ കൂടെ നമ്മൾ സിംഗുലാർ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. ഒന്നും കൂടെ പറയാം: എവരിബഡിയും എവരിവണ്ണും ഒന്നിൽ കൂടുതൽ വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ എവരിബഡിയുടെ കൂടെയും എവരിവണ്ണിൻ്റെ കൂടെയും നമ്മൾ സിംഗുലാർ സ്ട്രക്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ട് എക്സാമ്പിൾ നോക്കാം. എവരിബഡി ഈസ് ഹിയർ. എല്ലാവരും ഇവിടെയുണ്ട്. എവരിബഡി ഈസ് ഹിയർ എന്നാണ് നമ്മൾ പറയുന്നത്. എവരിബഡി ആർ ഹിയർ നമ്മൾ പറയാറില്ല. ഈസാണ് ഉപയോഗിക്കുന്നത്. സിംഗുലാർ സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നത്. എവരിബഡി ഈസ് ഹിയർ. എല്ലാവരും ഇവിടെയുണ്ട്. അല്ലെങ്കിൽ എവരി വൺ ഈസ് ഹിയർ. എല്ലാവരും ഇവിടെയുണ്ട്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്. യു ഹാവ് എ കാർ. നിങ്ങൾക്കൊരു കാറുണ്ട്. ഷീ ഹാസ് എ കാർ. അവൾക്കൊരു കാറുണ്ട്. എവരിബഡി ഹാസ് എ കാർ. എല്ലാവർക്കും കാറുണ്ട്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എവരിബഡി ഹാവ് എ കാർ എന്ന് പറയാറില്ല. എവരിബഡി ഹാസ് എ കാർ. നെക്സ്റ്റ്, എവരിബഡി ഹാസ് ദെയർ ഓൺ ഒപ്പീനിയൻ. എല്ലാവർക്കും
അവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. എവരിബഡി ഹാസ് ദെയർ ഓൺ ഒപ്പീനിയൻ. ഓർക്കുക, ഹാവ് അല്ല യൂസ് ചെയ്യേണ്ടത്, ഹാസാണ്. എവരിബഡി ഹാസ് ദെയർ ഓൺ ഒപ്പീനിയൻ. എവരിബഡി ഹാസ് എ ഫേവറേറ്റ് ഫുഡ്. എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള മീൻസ് പ്രിയപ്പെട്ട ഒരു ഫുഡുണ്ട്. എവരിബഡി ഹാസ് എ ഫേവറേറ്റ് ഫുഡ്. നെക്സ്റ്റ്, എവരിവൺ ഈസ് എക്സൈറ്റഡ് അബൌട്ട് ദ അപ്കമിങ് ഈവൻറ്റ്. വരുന്ന ഈവൻറ്റിനെ കുറിച്ച് എല്ലാവരും എക്സൈറ്റഡ് ആണ്. എവരിവൺ ഈസ് എക്സൈറ്റഡ് അബൌട്ട് ദ അപ്കമിങ് ഈവൻറ്റ്. എവരിവൺ നീഡ്സ് എ ലിറ്റിൽ കൈൻഡ്നസ്. എല്ലാവർക്കും ചെറിയൊരു ദയ വേണം, കൈൻഡ്നസ് വേണം. എവരിവൺ നീഡ്സ് എ ലിറ്റിൽ കൈൻഡ്നസ്. നെക്സ്റ്റ്, എവരിവൺ ഹാസ് എ ഫേവറേറ്റ് മെമ്മറി ഫ്രം ദെയർ ചൈൽഡ്ഹുഡ്. എല്ലാവർക്കും അവരുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് പ്രിയപ്പെട്ട ഒരു ഓർമ്മയുണ്ട്. എവരിവൺ ഹാസ് എ ഫേവറേറ്റ് മെമ്മറി ഫ്രം ദെയർ ചൈൽഡ്ഹുഡ്. നെക്സ്റ്റ്, എവരിവൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ആക്ഷൻസ്. എല്ലാവരും അവരുടേതായിട്ടുള്ള ആക്ഷൻസിന്, പ്രവർത്തികൾക്ക് റെസ്പോൺസിബിൾ ആണ്. എവരിവൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ആക്ഷൻസ്.